അതായത് ഇത് 10 to 20, ഇത് 20 to 30, ഇത് 30 to 40, ഇത് 40 to 50, ഇത് 50 to 60, ഇത് 60 to 70. ഓക്കെ, ഇത് 14, ഇത് 6, ഇത് 3, ഇത് 9, ഇത് 5, ഇത് 2. ഇത് ഫ്രീക്വൻസി, ഇത് ഫ്രീക്വൻസി, ഇത് ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഇത് എന്താണ്? ക്ലാസ് ഇന്റർവെൽ. ഇവിടെ നോക്കി, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കി. ഇന്റർവെൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കി. ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കി, 0 തന്നെ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ 10 മറ്റേത് 0 to 10 ആയിരുന്നു. ഇത് 10. അപ്പം നിങ്ങൾ ആദ്യം 0 ഇട്ടിട്ട് 10 എവിടെ? 10 ഇവിടെ, നേരത്തെ പോലെ തന്നെ 20, അതേപോലെ 30. വേണമെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഇതിട്ടിട്ട് വെക്കും, അല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു റീഡിങ് എടുത്താലും മതി, ഏകദേശം റീഡിങ് എടുത്താലും മതി. ഓക്കെ, ഇത് 40, ഇത് 50, ഇത് 60, അതേപോലെ ഇതുണ്ട്, ഇത് 70. ഓക്കെ, അതേപോലെ മുകളിലോട്ട് ഇവിടെ നോക്കിയാൽ മുകളിലോട്ട് ഇവിടെ 2 വരുന്നുണ്ട്, പിന്നെ 4 ഇല്ല, 6 വരുന്നുണ്ട്. അപ്പോൾ 2-നും 4-നും ഇടയ്ക്ക് 3 വരയ്ക്കാം, 3-നും 6-നും ഇടയ്ക്ക് 5 കണ്ടോ. അപ്പോൾ നമുക്ക് 2, 4 വെച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം ഒരു 2, അടുത്തത് 4, അടുത്തത് 6, ഇത് 8, ഇത് 10, ഇത് 12, അതേപോലെ തന്നെ 14. അത്രയും വരെ ഉള്ളൂ. ഇനി ഇവിടെ എടുക്കണം 1 സെന്റിമീറ്റർ എക്സ് ആക്സിസിൽ. ഇവിടെ ഇത് സ്കെയിൽ കൂടെ എഴുതണേ എപ്പോഴും. എക്സ് ആക്സിസ് നോക്കിയോ, എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ നിങ്ങൾ എത്ര ആയിട്ടാണ് എടുത്തിരിക്കുന്നത്? 10 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വൈ ആക്സിസിലോ? ആരോനോട് ശ്രദ്ധിക്കണം. വൈ ആക്സിസിലോ 1 സെന്റിമീറ്റർ നിങ്ങൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായി? മുകളിൽ തേനകത്ത് എഴുതണം. അപ്പൊ നോക്കി, ഇവിടെ നോക്കി 10 തൊട്ട് 20 വരെ എത്രയാ? 10 തൊട്ട് 20 വരെ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. 10 തൊട്ട് ഡിഗ്രി ഉണ്ട്, 10 തൊട്ട് 20 വരെ 14 കണ്ടോ. അപ്പൊ ഇങ്ങനെ 14. അടുത്തത് 20 തൊട്ട് 30 വരെ ആകുമ്പോഴത്തേക്ക് എത്രയാ? 6 20 തൊട്ട് 30 വരെ 6 കണ്ടോ, 6ന്റെ മുകളിൽ. അടുത്തത് 30 തൊട്ട് 40 വരെ 3 അപ്പൊ നോക്കിയാൽ 2-ന്റെ 4-ന്റെ ഇടയ്ക്ക് 2 നിങ്ങൾ 1.5 മാർക്ക് ചെയ്തില്ലേ, അവിടെ കൊണ്ട് വേണം 3 മാർക്ക് ചെയ്യാൻ കണ്ടോ, കൃത്യം അതിന്റെ ഇടയ്ക്ക്. ഇനി അതേപോലെ തന്നെ 9 വരുമ്പോൾ 8-ന്റെയും 10-ന്റെയും ഇടയ്ക്ക് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് വരുന്നു കണ്ടോ, ഇങ്ങനെ. അടുത്തത് 5 വരുമ്പോഴത്തേക്കും 4-ന്റെയും 6-ന്റെയും ഇടയ്ക്ക് കണ്ടോ, 4-ന്റെയും 6-ന്റെയും ഇടയ്ക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നു. അടുത്ത എന്താ? ഇത് 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. ഓക്കെ ആണോ? പെട്ടെന്ന് വരയ്ക്കണേ, വരയ്ക്കാനായതുകൊണ്ട് ഇത് തീരാൻ പാടാ ഭയങ്കര. ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? നിരഞ്ജൻ അതേപോലെ തന്നെ സന ഓക്കെ ആണോ? രണ്ടുപേര്? അത് റഫായിട്ട് വരച്ചു പോയാൽ ഇടാം. അങ്ങനെ വരച്ചാൽ കൃത്യം മുകളിലത്തെ ഇത് കറക്റ്റ് ആയിരിക്കണം. മനസ്സിലായോ? പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ സ്കെയിൽ ഇട്ട് കൃത്യം അതിനെ കൂടെ വരയ്ക്കണ്ട. ഇനി എന്താ നമുക്ക് ഇനി മൂന്നാമതൊരു ടൈപ്പാണ്. മൂന്നാമതൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ when inclusive classes of equal size are given.
ഓക്കെ, അതിൽ ഒരു ബോക്സ് വരച്ചു, അതിലൊരു ബോക്സ് വരയ്ക്കുക. അതിലൊരു ബോക്സ് വരച്ചിട്ട് അവിടെയും 6 എണ്ണമാണ്. അപ്പം ഒരെണ്ണം ഇങ്ങനെ വരച്ചു, പിന്നെ 1 2 3 4 5 6 ബോക്സ്. ഇവിടെയും ക്ലാസ് ഇന്റർവെല്, അതേപോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസി. ഓക്കെ, ഇത് നോക്കിയോണേ, ഇവിടെ എല്ലാം ശ്രദ്ധിച്ചോണേ, ഇത് 1 to 10 തന്നിട്ടുണ്ട്. ഇത് 11 to 20 ആണ്, ഇത് 21 to 30 ആണ്, ഇത് 31 to 40 ആണ്, 41 to 50 ആണ്, ഇത് 51 to 60 ആണ്. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റേ എന്ത് ചെയ്യണം? അതായത് ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് ലോവർ ലിമിറ്റിൻ്റെ കൂടെ മൈനസ് ചെയ്യണം, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിന്റെ അളവ് തന്നെ ഇങ്ങനെ 7 3 3 5 2 6 4 ആണ്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് അല്ല. ഓവർലാപ്പിംഗ് ആക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവർലാപ്പിംഗ് ആക്കി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നോക്കിയോ. അതായത് ഈ 2 ഇന്റർവെൽ എടുക്കണം. അത് ആദ്യത്തെ 2 ഇന്റർവെൽ 1 to 10 എത്രയാ 11 to 20. എന്നിട്ട് ഇതിന്റെ ലോവർ ലിമിറ്റും ഇതിന്റെ അപ്പർ ലിമിറ്റും കൂടെ മൈനസ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന്റെ ലോവർ ലിമിറ്റും ഇതിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ഇതിന്റെ ലോവർ ലിമിറ്റ്, അല്ല ഇതിന്റെ ലോവർ ലിമിറ്റ് മൈനസ് ഇതിന്റെ അപ്പർ ലിമിറ്റ്. അപ്പൊ 10 എത്ര 11 മൈനസ് 10 എത്ര കിട്ടി 1. എന്നിട്ട് അത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും 0.5 കിട്ടും. അത് എല്ലാ ക്ലാസ് ഇന്റർവെലിന്റെയും ലോവർ ലിമിറ്റിന്റെ കൂടെ മൈനസ് ചെയ്യും, അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഇന്റർവെൽ എങ്ങനെ വരും? അത് നമുക്ക് ഇതിന്റെ താഴോട്ട് തന്നെ എഴുതാം. എത്രയാ 1 ന്ന് 0.5 കുറച്ച് ബാക്കി 0.5, 10 ന്ന് 0.5 കൂട്ടിയാൽ ഇത് 10.5 അല്ലേ? അടുത്ത 11 ന്ന് 10.5 കുറച്ച് കഴിഞ്ഞാൽ അത് 10.5 ടു എത്രയാ 20.5. അടുത്ത എത്രയാ 20.5 ടു എത്രയാ 30.5. അടുത്ത 30.5 ടു 40.5 അല്ലേ? ശരിയല്ലേ? അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. ആദ്യത്തേത് എത്രയാണ് 0.5 ടു എത്രയാ 10.5. അടുത്തത് 10.5 ടു 20.5. അടുത്തത് 20.5 ടു 30.5. അടുത്തത് 30.5 ടു 40.5. അടുത്തത് 40.5 ടു 40.5 ടു 50.5. അടുത്തത് 50.5 ടു 60.5 അല്ലേ? ശരിയല്ലേ? ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി എന്ത് വരയ്ക്കാൻ? ഇനി ഗ്രാഫ് വരയ്ക്കാൻ. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓർത്തോണം, ഫസ്റ്റ് ഇന്റർവെല് അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്റർവെല്ലിൽ 0-യിലല്ല തുടങ്ങുന്നതെങ്കിൽ അവിടെ കിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇടണം. കേട്ടോ, അത് പറഞ്ഞുതരാം. ഫസ്റ്റ് അതായത് ഇങ്ങനെ ഇടുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൃത്യം 1 സെന്റിമീറ്റർ വെച്ച് അളക്കുന്നു. നോക്കിക്കോളൂ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അയ്യോ സോറി, 1, 2, 3, 4 ഇടാൻ പറ്റത്തില്ലല്ലോ. എത്ര വെച്ച് ഇടേണ്ടി വരും? അതായത് 4, 6, 5 ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ 7 വരെ ഇടാം, കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഇല്ലയോ? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഇടാൻ നോക്കിക്കോളൂ. ഞാൻ 1, അതേപോലെ 2, 3, 4, 5, 6, 7 അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 1 സെന്റിമീറ്ററിന്റെ അവിടെ 0.5 എഴുതേണ്ടത്. അടുത്ത എത്രയാ? അടുത്ത സെക്കൻഡ് രണ്ടാമത്തെ ഇതിന്റെ അവിടെ 10.5. അടുത്തത് 20.5. അടുത്തത് 30.5. അടുത്തത് 40.5. അടുത്തത് 50.5. അടുത്തത് 60.5. കേട്ടോ, ഇങ്ങനെ വേണം എഴുതാൻ. എന്നിട്ട് എഴുതുക സ്കെയിലില് എക്സ് ആക്സിസില് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 0.5. അടുത്തത് y ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് 1 ആയിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സ് കൂടി ഇങ്ങനെ വരയ്ക്കേണ്ടതായിരുന്നു കേട്ടോ. നമ്മളത് വരച്ചില്ലെന്നേ ഉള്ളൂ. ഏതാ ഇങ്ങനെ വരയ്ക്കേണ്ടതായിരുന്നു. എന്തുവാ ഇതിന്റെ 0. ഇതുവരെ എത്ര അളവ്? എത്ര 7 ആണ്. ഇവിടെ 3 ആണ്. ഇവിടെ 5 ആണ്. ഇവിടെ 2 ആണ്. ഇവിടെ 6 ആണ്. ഇവിടെ 4 ആണ്, ഇല്ലയോ? അപ്പൊ നമുക്ക് അത് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഈ 0.5 തൊട്ട് 10.5 വരെ 7 ആണ്, ശരിയല്ലേ? അപ്പൊ ഇവിടെ കണ്ടോ, ഇങ്ങനെ
ശരിയല്ലേ? അത് കൃത്യമായിട്ട് വരയ്ക്കണേ. അത് 10 to ഇതുവരെ 3 അല്ലേ? 3 എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ട് ഇവിടെ വരയ്ക്കാം. അടുത്തത് 5, അടുത്ത 5 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ. അടുത്തത് 2 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ. അടുത്തത് 6 എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഇവിടെ ഇങ്ങനെ 6 വരച്ചു. അടുത്തത് 4 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ. ഇനി വരയ്ക്കാൻ വിട്ട ഒരു സാധനമുണ്ട്. 0 അല്ലാത്ത വേറെ എന്ത് എന്താണ് ഫസ്റ്റ് ഇന്റർവെൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ കിങ് എന്ന് പറയുന്ന കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വരച്ചോ പെട്ടെന്നാട്ടെ. ഇതില്ലേ ഇല്ല അത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പിന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇതില്ല. ഇല്ല, ഇത് മാത്രമേ ചെയ്തുള്ളൂ. ജീവൻ ഓക്കെ. ഇനിയിപ്പം വേറൊരു മോഡൽ കൂടെ ഉണ്ട്. അത് ഞാൻ പറയാം, ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് അത് ഞാൻ ചെയ്യിക്കുന്നില്ലേ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പം ഇത് മാത്രം തരിക. ഇപ്പം ഒരു ബോക്സിനകത്ത് ക്ലാസ് ഇന്റർവെല്ലിന് വരെ ക്ലാസ് മാർക്ക് തരിക. ഇപ്പം നോക്കി 70, 75, 80, 85, 90, 95, 100. ഓക്കെ. അതിന്റെ വാല്യൂ 2, 4, 5, 1, 7, 2, 3 ഇങ്ങനെ തരിക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഹിസ്റ്റോഗ്രാം മാർക്ക് ചെയ്യും? ഇങ്ങനെയുള്ള ഹിസ്റ്റോഗ്രാം മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കണം, എന്നിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. എന്നിട്ട് ഇത് 70യുടെ കൂടെ ആ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ കൃത്യസംഖ്യ മൈനസ് ചെയ്യണം, ഇതിലൂടെ കൂട്ടണം. അപ്പോൾ ആ ഇന്റർവെല്ലായി. അതിനകത്ത് തന്നെ ഇത് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ 75 മൈനസ് 70 ചെയ്യുകയാണെങ്കിൽ 5 ബൈ 2 ചെയ്യുമ്പോൾ 2.5. എന്ത് ചെയ്യണം? 70യുടെ 2.5 മൈനസ് ചെയ്യുമ്പോൾ അത് 67.5 ആവും. 2 എത്രയാണ്? 72.5. അടുത്തത് 72.5 to 77.5. അടുത്തത് 77.5 to 82.5. അടുത്തത് 82.5 to 87.5. അടുത്തത് 87.5 to 92.5. അടുത്തത് 92.5 to 97.5. അടുത്തത് 97.5 to 102.5. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യുക? 2 മാർക്ക് ചെയ്യുക, ഇത് മാർക്ക് ചെയ്യുക, ഇത് മാർക്ക് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെയും 67 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് y ആക്സിസിൽ എന്തിടണം? അല്ല, x ആക്സിസിൽ എന്തിടണം? കിങ് ഇടണം. മനസ്സിലായോ? അത് എപ്പോഴും ഓർക്കണം, ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. ഇനി അടുത്തതിലേക്ക് കയറിക്കോ. എസ്റ്റിമേറ്റിംഗ് മോഡ് യൂസിങ് ഹിസ്റ്റോഗ്രാം. എസ്റ്റിമേറ്റിംഗ് മോഡ് യൂസിങ് ഹിസ്റ്റോഗ്രാം. Estimating mode. Using histogram. അത് നമുക്ക് ഒരു ടേബിൾ ഇത് വരയ്ക്കാം. ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. അതിന്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 2, 7, 18, 10, 8, 5.
ഇങ്ങനെ. ഇതിന്റെ എന്ത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ എളുപ്പമല്ലേ? ഇത് അതായത് ഇൻക്ലൂസീവ് എന്താണ് അല്ല ഓവർലാപ്പിംഗ് ആന്ന് പറയുമ്പോൾ എന്താ, നമുക്കത് മറ്റേ രീതി വരയ്ക്കാം. എന്താ, നിങ്ങൾ ആദ്യം തന്നെ ഈ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചിട്ട് എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 തൊട്ടല്ലേ? അതുകൊണ്ട് തന്നെ 0 തൊട്ട് 5 വരെ, 5 10 10 20 20 അതാ 10 തൊട്ട് 15 വരെ അല്ലയോ? 10 തൊട്ട് 15 വരെ, 15 തൊട്ട് 20 വരെ, 20 തൊട്ട് 25 വരെ, 25 തൊട്ട് 30 വരെ അല്ലയോ? മുകളിലോട്ട് വാല്യൂ എത്ര? 18 അല്ലയോ? 18 എന്ന് പറയുമ്പോൾ നമുക്ക് 4 വെച്ച് പറ്റത്തില്ല, 2 വെച്ചിട്ട് 1 സെന്റിമീറ്റർ 2 ആയിട്ട് എടുക്കാം. അപ്പൊ 2 4 6 8 10 12 14 16 18 മതിയോ? എന്നിട്ട് എഴുതുക എക്സ് ആക്സിസിൽ എന്താ? എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5, y ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2. ഓക്കെ ആണല്ലോ? ഹിസ്റ്റോഗ്രാം വരയ്ക്കാലോ. 0 തൊട്ട് 5 വരെ എത്രയാ? 0 തൊട്ട് 5 വരെ 2. ഇത് ഗ്രാഫ് ഇല്ലാതെ കൃത്യം കിട്ടത്തില്ല കേട്ടോ, ഇല്ലേ കൃത്യം അളവ് എടുത്ത് വരയ്ക്കണം, അല്ലെ കിട്ടത്തില്ല. എന്നാൽ റഫായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ 5 to 10 എന്ന് പറയുമ്പോൾ എത്രയാ? 5 to 10 എന്ന് പറയുമ്പോൾ 7, 5 to 10 എന്ന് പറയുമ്പോൾ 7 ആണ് അല്ലേ? 5 to 10 7 എന്ന് പറയുമ്പോൾ ഈ 6-ന്റെ 8-നെയും കൃത്യം ഇടയ്ക്കായിട്ട് വരയ്ക്കണം. അടുത്ത എത്രയാ? 10 to 15 18 ആണ്. 18 എന്ന് പറയുമ്പോൾ 2 ഈ ഭാഗത്ത്. അടുത്ത എത്രയാ? അടുത്ത 10, അതായത് അടുത്ത 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 2 ഇവിടെ. അടുത്തത് 20, അത് 8 വരും. 8 വരും. 8 എന്ന് പറയുമ്പോൾ 2 ഇവിടെ ആയിട്ട് 8. അതേപോലെ 25 to 30 എന്ന് പറയുമ്പോഴത്തേക്ക് 5 വരും. കണ്ടോ? 5. ഇനി മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളിത് കൃത്യ അളവ് എടുത്ത് വരച്ചില്ലെങ്കിൽ തെറ്റാ. എന്താണെന്നറിയോ? കാരണം നോക്കിയോ, ഏറ്റവും ഹയസ്റ്റ് ഹിസ്റ്റോഗ്രാം എടുക്കണം. അതിനകത്ത് ഹയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ എടുത്തിട്ട് അതിന്റെ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അതേപോലെ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ അപ്പുറത്തെ എണ്ണ മണ്ടക്കോട്ടും വരയ്ക്കണം. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് കൃത്യം ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ മോഡ്. ഇവിടെ മോഡ് ഏകദേശം വന്നിരിക്കുന്നത്, ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് നമ്മുടെ എത്ര വന്നിരിക്കുന്നത്? 13 ആണ് വന്നിരിക്കുന്നത് എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ വരച്ചിരിക്കുന്നത് വെച്ചിട്ട് ഏകദേശം 13 ആയിരിക്കും ഇല്ലയോ? 10-നും 15-നും ഇടയ്ക്കല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മളത് കൃത്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ 13 കണ്ടോ, ഏകദേശം 13 തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ മോഡ് എന്ന് പറയുമ്പോൾ 13 അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഏതാ? 10 അടുത്ത ഒരു പോയിന്റ് ആകുമ്പോൾ 11 വരും, അടുത്ത പോയിന്റ് 12, അടുത്ത പോയിന്റ് 13, അടുത്ത പോയിന്റ് 14, അടുത്ത പോയിന്റ് 15 അങ്ങനെ കിട്ടും നിങ്ങൾക്ക് മറ്റേ ഗ്രാഫ് വെച്ച് വരയ്ക്കുമ്പോൾ, ഗ്രാഫ് പേപ്പർ വെച്ച് വരയ്ക്കുമ്പോഴേ. മോഡ് 13 കിട്ടിയെന്നോട് പറയുന്നു. മോഡ് കിട്ടി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഹിസ്റ്റോഗ്രാമിന്റെ ഏറ്റവും നീളം കൂടിയ ബോക്സ് എടുക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ കോർണറിൽ നിന്ന് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് അതിന്റെ തൊട്ടടുത്തുള്ള ഏതാണോ വേണ്ട അങ്ങോട്ടേക്ക് അതിന്റെ ടോപ്പ് കോർണറിലേക്ക് വരയ്ക്കും. അതേപോലെ തന്നെ അതിന്റെ റൈറ്റ് കോർണറിൽ നിന്ന് അതിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഏറ്റവും കുറവ് ഏതാണോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ളത് ഏതാണോ അങ്ങോട്ടേക്ക് വരയ്ക്കും. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ കണ്ടോ, ഇവിടെ ആയിരിക്കും നമ്മുടെ കണ്ടോ. അത് താഴോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. താഴോട്ട് വരയ്ക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുമ്പോൾ അത് കൃത്യം ആ മോഡലിലോട്ട് വന്നായിരിക്കും ജോയിൻ ആവുന്നത്. കണ്ടോ, ഇത് 13. മനസ്സിലായോ? സർ, അപ്പം കറക്റ്റ് നമ്പർ തന്നെ എപ്പോഴും കിട്ടുമോ? കറക്റ്റ് ആൻസർ കറക്റ്റ് എപ്പോഴും കിട്ടുമോ? അതായത് നിങ്ങൾ വരയ്ക്കുന്നത് ശരിയാണെങ്കിൽ ആൻസർ കറക്റ്റ് കിട്ടും. നിങ്ങൾ അതാ പറഞ്ഞത്, അളവൊക്കെ എടുത്ത് കൃത്യം വരച്ചാലേ അത് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ അതായിരിക്കും മോഡ്, അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും മോഡ്. മനസ്സിലായോ? ആയെങ്കിലേ ആയെന്ന് പറയാവൂ. മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് ഫ്രീക്വൻസി പോളിഗൺ ഒരു ഹെഡിങ് കൊടുക്കുക. നമുക്ക് ഫ്രീക്വൻസി പോളിഗണും അതേപോലെ തന്നെ ഒജീവും കൂടെ
പഠിക്കാനേ ഉള്ളൂ. അത് രണ്ടും കൂടി ഇന്ന് തന്നെ അങ്ങ് പറഞ്ഞു തരാം. നോക്കിയുള്ളൂ. ഫ്രീക്വൻസി പോളിഗൺ ഹെഡിങ് എഴുതുക. ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗണിനകത്ത് നമ്മൾ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു ബോക്സ് തന്നിരിക്കുക. സ്കോർ എന്ന് പറഞ്ഞ് സ്കോഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതേപോലെ ഇത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് 10 to 19, അടുത്തത് 20 to 29, അടുത്തത് 30 to 39, അടുത്തത് 40 to 49, അടുത്തത് 50 to 59. ഇത് 2, ഇത് 4, ഇത് 6, ഇത് 16, ഇത് 20. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴും ആലോചിച്ചോണം, ഇവിടെ ഇപ്പം ക്ലാസ് ഇന്റർവെൽ രീതിയിലാണ് കിടക്കുന്നത്, ശരിയല്ലേ? നമ്മൾ ഇതിനെ ക്ലാസ് മാർക്ക് ആക്കണം, എന്നാലേ നമുക്ക് കൃത്യം പോയിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, ഇതിനെ ക്ലാസ് മാർക്ക് ആക്കാൻ വേണ്ടി ഇപ്പൊ താഴെ വേണമെങ്കിൽ ഇതിന്റെ താഴോട്ട് ക്ലാസ് മാർക്ക് എന്നും കൂടെ ഒരു ബോക്സ് കൊടുത്തു. ക്ലാസ് മാർക്ക് എന്നും കൂടെ കൊടുത്തിട്ട് ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ വേണം നിങ്ങൾക്ക് എഴുതാം. എക്സ്ട്രാ ആയിട്ട് പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ വീണ്ടും വരയ്ക്കേണ്ടി വരും ഇതെല്ലാം, കേട്ടോ? അപ്പൊ ഇങ്ങനെ ഒരു ഇത് കൊടുത്താൽ മതി. ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ, അതായത് 10 + 19 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? ഇതിന്റെ കൃത്യം നടുക്കത്തെ വാല്യൂ എത്രയാണെന്ന് അറിയോ? 10ന്റെ 19ന്റെ ഇടയ്ക്കുള്ളത് 14.5 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 14.5 കിട്ടും. 10 + 19 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 14.5 ആണ്. 29 ആണ് കിട്ടുന്നത്. 29/2 എന്ന് പറയുമ്പോൾ 14.5 അല്ലേ? ശരിയല്ലേ? അടുത്ത അപ്പം എത്ര വരും? അടുത്ത നോക്കി, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യത്യാസം വരുന്നത്? 10ഉം അടുത്ത 10 വ്യത്യാസം. അപ്പൊ ഇത് 10 കൂട്ടി എഴുതിയാലും മതി. ഇങ്ങനെ നോക്കല്ലേ, അയ്യോ 10ഉം 9ഉം 19 9 വ്യത്യാസം, അങ്ങനെ നോക്കില്ല. എപ്പോഴും 10 അല്ലേ വ്യത്യാസം വരുന്നത്, അങ്ങനെ വേണം നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 20 + 29 ഡിവൈഡ് ബൈ 2 നോക്കുക. 49 ഡിവൈഡ് ബൈ 2, അപ്പൊ അത് 24.5. അപ്പൊ അടുത്തത് 34.5 ആയിരിക്കും, അടുത്തത് 44.5 ആയിരിക്കും, അടുത്തത് 54.5 ആയിരിക്കും. അതങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിക്കോളൂ, ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം എപ്പോഴും നോക്കണം. ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം എപ്പോഴും നോക്കണം. ഇവിടെ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 14.5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 14.5 നമുക്ക് മാർക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, ഇല്ലേ? 14 പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി 14.5ന് തൊട്ട് മുമ്പുള്ള 10 അല്ലെങ്കിൽ 5 മൈനസ് ചെയ്യുമ്പോൾ വരുന്ന ആരാ? അല്ല, 14.5 വന്നാൽ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഈ 14 പോയിന്റ് മുമ്പുള്ള ഒരു ഡിജിറ്റ് പറഞ്ഞേ, നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് 9.5 എടുക്കാം. നോക്കിയോ, 9.5 എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 കഴിഞ്ഞ് എത്രയാ? 19.5. അത് കഴിഞ്ഞ് 10 എത്രയാ? 29.5. അത് കഴിഞ്ഞ് 10 എത്രയാ? 39.5. അത് കഴിഞ്ഞ് എത്രയാ? 49.5. അടുത്ത എത്രയാ? 59.5. നോക്കിയേ, ഈ 9.5ന്റെയും 19.5ന്റെ ഇടയ്ക്കല്ലേ, നോക്കിയേ, ഇതിന്റെ 0.5 കുറച്ചപ്പോഴാണ് 9.5 കിട്ടിയത്. ഇത് 0.5 കൂട്ടിയപ്പോഴാണ് 19.5 കിട്ടിയത്. ഇതിനിടയിലല്ലേ കൃത്യം. അപ്പൊ എത്രയാ? അത് 14. അതായത് ഇതാണ് അവിടെ 14 വരുന്നത്. അതിന് മുകളിലോട്ട് വരയ്ക്കുമ്പോൾ എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതായത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. അപ്പൊ നോക്കി, ഇതാണ് 14.5. ആണോ ഈ വാല്യൂ? അതായത് 9.5ന്റെയും 19.5ന്റെയും ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് 9.5ഉം 19.5ഉം സെലക്ട് ചെയ്തത്? കാരണം അതാണ് ആ ഇന്റർവെല്ലിന് ഇടയ്ക്കാണ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൃത്യം 20 മാർക്ക് ചെയ്തു. അല്ല, 2 അല്ലേ, അതിന്റെ 2 അല്ലേ, കണ്ടോ? 2 മാർക്ക് ചെയ്തു. അടുത്തത് 19.5 29.5ന്റെ ഇടയ്ക്കാണ് 24.5.
24 വരുമ്പോഴത്തേക്കും 4 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരും. റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് ഇത് 20. അപ്പം അത് നോക്കി ഇങ്ങനെ വരും. അത് 4 വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അടുത്തത് 29.5-ന്റെയും 39.5-ന്റെയും ഇടയിലുള്ള സംഖ്യയാണ് എത്രയാ? 34.5. അതിന്റെ 6 ആണ്. അതിന്റെ 6 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് വരും. അടുത്ത 39.49.5-ന്റെ ഇടയ്ക്കുള്ളതാണ് എന്ത്? 16. അത് 16 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരും. അതായത് ഇതിന്റെ നേരെ 16 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നു. അതേപോലെ തന്നെ എന്താണ് അടുത്ത 20 അതിന്റെ ഇടയ്ക്ക് ഉണ്ടോ? 20 വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് തന്നെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് തന്നെ ഇങ്ങനെ. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇന്റർവെല് സെലക്ട് ചെയ്യുന്ന സൂക്ഷിച്ചു വേണം. എന്തുവാ ഇവിടത്തെ ഇതിന്റെ ഇടയ്ക്കുള്ള സംഖ്യ. അപ്പൊ കൃത്യം ഈ 14.5 എന്തിന്റെ ഇടയ്ക്ക് വരും എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. 10-ന്റെയും 90-ന്റെയും ഇടയ്ക്കല്ല 14.5 വരുന്നത്. ഏതിന്റെ ഇടയ്ക്കാണ്? 9.5-ന്റെയും 19.5-ന്റെയും കൃത്യം ഇടയ്ക്കുള്ള ഇതാണ്. അങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി ഇത് തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഉജ്ജീവം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ടല്ലേ ചെയ്തത്. ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉജ്ജീവം. അതുകൂടെ ഉള്ളു പഠിക്കാനായിട്ട് ഇല്ലാത്തത്. അതുകൂടെ പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണോ? സനയ്ക്ക് ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? പറഞ്ഞേ പെട്ടെന്നാട്ടെ. Yes, sir. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഉജ്ജീവം. അതും കൂടെ എഴുതിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓർ ഉജ്ജീവം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഒരു ബോക്സ് വരയ്ക്കുക. ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ ഇതിങ്ങനെ വരയ്ക്കുക. ഇത് ക്ലാസ് ആണ്, ഇത് ഫ്രീക്വൻസിയാണ്. ഇത് 0 to 8, ഇത് 4. അടുത്തത് 8 to 16, ഇത് 3. ഇത് 16 to 24, ഇത് 6. ഇത് 24 to 32, ഇത് 3. ഇത് 32 to 40, അത് 7. ഇത് 40 to 48. ഇതിനെ നിങ്ങൾ ഒന്നെങ്കിൽ ചരിച്ചു വരയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത് മറ്റേ രീതി വരച്ചിട്ട്. അത് വേണ്ട, പകരം ഞാൻ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഒരു ടേബിളൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് വരയ്ക്കുക. ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. എളുപ്പമായി. CF എങ്ങനെയാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്? 4 plus 3 7, 7 plus 6 13, 13 plus 3 16, 16 plus 7 23, 23 plus 8 31. ഇല്ലയോ? ആണല്ലോ. ഓക്കെ, ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടതെന്നറിയോ? 0 തൊട്ട് 8 വരെ 4, 8 തൊട്ട് 16 വരെ 7 മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്യേണ്ട എവിടാന്നറിയാമോ? ആ അപ്പർ ലിമിറ്റ് വേണം മാർക്ക് ചെയ്യാൻ. അപ്പർ ലിമിറ്റിന്റെ അതേ വേണം, നടുക്കല്ല മാർക്ക് ചെയ്യുന്നത്. മറ്റേന്ന് പറയുമ്പോൾ ഹിസ്റ്റോഗ്രാമിന്റെ നടുക്കായിരുന്നു മാർക്ക് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയാണ് നമ്മൾ ഫ്രീക്വൻസി വോളിയം വരയ്ക്കുന്നത്. പക്ഷെ ഇതെവിടാ മാർക്ക് ചെയ്യേണ്ടത്? ഇതിന്റെ അപ്പർ ഇത് എവിടെയാണോ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കോളൂ, ഇവിടെ നോക്കിയിട്ട് വരയ്ക്കണേ. ഇത് 0, ഇത് 8, ഇത് 16, ഇത് 24, ഇത് 32, ഇത് 40, ഇത് 48. ഓക്കെ,
മുകളിലോട്ട് എത്ര വരെയുണ്ട്? ഫ്രീക്വൻസി പോളിഗണാ നോക്കേണ്ടത്. എത്ര വരെയുണ്ട്? അപ്പൊ ഇനിയിപ്പോ 5 വെച്ചേ പറ്റത്തുള്ളൂ അല്ലെ? 31 വരെയുണ്ട് അല്ലേ? 5, 10, 15, 20, 25, 30, 35. കണ്ടോ? ഇനി 0 തൊട്ട് ഇവിടെ നോക്കിയിട്ട് വരയ്ക്കും. എല്ലാവരും ഇവിടെ നോക്കി. 0 തൊട്ട് 8 വരെ എത്രയാ? 4. അപ്പൊ അതിവിടെ വരയ്ക്കേണ്ടത് ആ 8ന്റെ മുകളിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ ഓക്കെ. 8 തൊട്ട് 16 വരെ എത്രയാ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7 ആണ്. അപ്പൊ 7 നമുക്ക് ആ 16ന്റെ മണ്ടയ്ക്ക് വേണം വരയ്ക്കാൻ. ഏകദേശം 5, 6, 5 മുതൽ 10 വരെ. അപ്പൊ 7 എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യാം. കൃത്യം ആ ഗ്രാഫിനകത്ത് ഇങ്ങനെ അടുപ്പിച്ച് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഇവിടെ 16 to 24 എത്ര മാർക്ക് ചെയ്യാം? 13. അപ്പൊ 24ന് മുകളിൽ കൊണ്ട് 13 മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് 24 തൊട്ട് 32 16, 32ന് മുകളിൽ 16 മാർക്ക് ചെയ്യാം. അടുത്തത് എന്താ? 32 മുതൽ 40 23 ആണ്. അപ്പൊ 40ന് മുകളിൽ കൊണ്ട് അത് മാർക്ക് ചെയ്യാം. അടുത്ത 48ന്റെ 31 ആണ്. ഇത് തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഉണ്ട്. അപ്പം ആ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെലിന്റെ അപ്പർ ലിമിറ്റ് ആണ് നമ്മൾ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു. മറ്റേത് എങ്ങനെയായിരുന്നു? മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ആ മോളിൽ തന്നിരിക്കുന്ന ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിച്ച ആ വാല്യൂ കൃത്യം നടുക്ക് വരുന്ന രീതി വേണം ഇന്റർവെൽ ചൂസ് ചെയ്യാൻ കേട്ടോ. ക്ലിയർ ആണോ? കുറച്ച് സ്ട്രേറ്റ് ആയിട്ടൊക്കെയാണല്ലോ. അങ്ങനെയൊന്നും വരത്തില്ല. ഒരു കർവാ. ഇതിന്റെ പേര് എന്താ? ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നാണ്. അത് കർവായിട്ട് വരുന്നത്. അതെന്തുവാ അത്? എന്താണോ കർവ്? ഒരു ദിവസം ഗ്രാഫ് കൊണ്ടുവരണം, അതിനകത്ത് വരപ്പിക്കാം. മനസ്സിലായോ? എന്നാലേ പറ്റുള്ളൂ. നിങ്ങളും ഓൺലൈൻ ഇരിക്കുന്നവരും ഗ്രാഫ് പ്രാവശ്യം എടുക്കുക, അതിനകത്ത് വരപ്പിക്കാം. ഒരു കാര്യം ചെയ്തു, എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് വരാം. ആ ക്വസ്റ്റ്യൻ കൂടെ ആണ് ചെയ്തത്. നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഈ എസ്റ്റിമേറ്റിംഗ് മീഡിയൻ ഫ്രം ക്വാർട്ടൈൽ അതുണ്ടോ? അതില്ലല്ലോ. ഇതുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധനം കൂടെ പഠിപ്പിക്കാനുണ്ട്.
ഓക്കെ, രണ്ട് കാര്യം കൂടെ പഠിപ്പിക്കാം. അല്ല, ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, അതുകൂടെ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം എല്ലാവരും. അതായത് നമുക്ക് ഒജീവിൽ നിന്ന് മീഡിയനും അതേപോലെ തന്നെ ക്വാർട്ടൈൽസും എങ്ങനെയാണ്, ഇന്റർ ക്വാർട്ടൈൽസ്, അപ്പർ ക്വാർട്ടൈൽസ്, ലോവർ ക്വാർട്ടൈൽ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും. അപ്പോൾ ഹെഡിങ് വേണം ഇങ്ങനെ എഴുതാം: എസ്റ്റിമേറ്റിംഗ് മീഡിയൻ ആൻഡ് ക്വാർട്ടൈൽസ് ഫ്രം the ogive. എന്നിട്ട് ഇവിടെ ക്ലാസ് ഇന്റർവെൽ, അതേപോലെ ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലാസ് ഇന്റർവെൽ ഇവിടെ തന്നിരിക്കുന്നത് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100, 100 to 120. ഓക്കെ, ഇനി ഇവിടെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 9, 16, 24, 24, 15, 4, 2. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? 9, 16, 9, 25, 25, 24, 49, 49, 15, 50, 49, അല്ല 64, 64, 4, 68, 62, 70. ഓക്കെ, മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മീഡിയൻ എവിടെ വരുന്നത്? മീഡിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ n, ക്യാപിറ്റൽ N എന്ന് പറയുമ്പോൾ 70 ആണ്. അപ്പൊ മീഡിയൻ എന്ന് പറയുമ്പോൾ മീഡിയന്റെ ഭാഗം എന്താ? മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ n/2 ആ ചെയ്യാൻ പോകുന്നത്, അല്ലയോ? n/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70/2 എന്ന് പറഞ്ഞാൽ 35 കിട്ടും. ഓക്കെ, മീഡിയൻ അതല്ല, മനസ്സിലായോ? മീഡിയൻ അതല്ല. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീഡിയൻ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ n/2 ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കിക്കോണം. ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകാം. നോക്കിക്കോളൂ, ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പോകാം. ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം. നമ്മൾ ഏകദേശം ഒക്കെ ഒരു അളവെടുത്ത് വരയ്ക്കാം, അല്ലയോ? ഏകദേശം ഒരു അളവെടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതായത് ഇത് 20 കൊടുക്കാം, കാരണം ഇവിടെ 0 തുടങ്ങുവാണ്. ഇത് 40 കൊടുക്കാം, ഇത് 60 കൊടുക്കാം, ഇത് 80 കൊടുക്കാം, ഇത് 100 കൊടുക്കാം, ഇത് 120 കൊടുക്കാം. ഓക്കെ, മുകളിലോട്ട് ഇത് നമുക്ക് എത്ര വരെ വരണം? 75 വരെ, 70 വരെ, അല്ലേ? 10 വെച്ച് കൊടുത്താൽ പോരെ? 1 സെന്റിമീറ്റർ 10, അടുത്ത സെന്റിമീറ്റർ 20, അടുത്തൊരു സെന്റിമീറ്റർ 30, അടുത്തൊരു സെന്റിമീറ്റർ 40, അടുത്തൊരു സെന്റിമീറ്റർ 50, അടുത്തൊരു സെന്റിമീറ്റർ 60, അടുത്തൊരു സെന്റിമീറ്റർ 70. ഓക്കെ, നോക്കിക്കോണം, ഇവിടെ നോക്കിയിട്ട് വരയ്ക്കണം. 20ക്ക് 9 ആണ്. അപ്പൊ എന്തിലാ വരയ്ക്കേണ്ടത്? അപ്പർ ലിമിറ്റിലാണ് വരയ്ക്കേണ്ടത്. എല്ലാം അപ്പർ ലിമിറ്റിലാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പർ ലിമിറ്റിൽ എത്രയാ വരേണ്ടത്? എത്രയാ? 9 വരണം. 20ൽ 9 വരണം. 9 വരണമെങ്കിൽ ഇല്ലയോ? 40ൽ എന്ത് വരണം? അപ്പം 40ൽ 25 വരണം. അപ്പം 40ൽ 25 വരുമ്പോൾ ഇതിന്റെ കൃത്യം നടക്കും. ഓക്കെ, അടുത്തത് 60ൽ 49 വരണം. 49 വരുമ്പോൾ 60ൽ 49 വരുമ്പോൾ ഏകദേശം 2 ഇല്ലയോ? അടുത്തത് 70ൽ എത്ര വരണം? അല്ല, 60 കഴിഞ്ഞ് 80ൽ 64 വരണം. 80ൽ 64 വരുമ്പോൾ ഏകദേശം 2 ഇവിടെ. ഓക്കെ, അടുത്തത് എന്താ? ഇത് 70 വരണം. 70 വരുമ്പോൾ, അതായത് 120 70 വരുമ്പോൾ ഏകദേശം 2 ഇവിടെ. അയ്യോ, 100 വന്നില്ലല്ലോ. 168. 100ൽ 68. ഗ്രാഫ് വരുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ? ഇനി എപ്പോഴും ആലോചിക്കണം, നമുക്ക് 35 ഈ 35 എവിടെയാ വരുന്നത്? ഇവിടെ ആണല്ലോ. ഇതേന്ന് ഈ ഒജീവയിലോട്ട് ഒരു ഗ്രാഫ് വരയ്ക്കണം, ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട്
അതേ നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇത് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ, അതായത് ഇതിന്റെ കൃത്യം n/2 എന്ന് കൃത്യം ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം, അത് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ ഈ ലൈൻ, അപ്പൊ ഇതിപ്പോ 40ന്റെ 60ന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതൊരു 50ന്റെ 48 ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇത് 48. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്താ? മീഡിയൻ 48. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്, ഇവിടെ രണ്ട് ക്വാർട്ടൈൽസ് ഉണ്ട്, അതായത് എന്താണ് Q1 എന്ന് പറഞ്ഞൊരു ക്വാർട്ടൈലും അതേപോലെ Q2 എന്ന് പറയുന്ന ക്വാർട്ടൈലും ഉണ്ട്. അപ്പൊ Q1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? n/4 ചെയ്യണം. അതായത് 70/4 എത്രയാണെന്നറിയോ? 17.5. അടുത്ത ക്വാർട്ടറിൽ Q2 കണ്ടുപിടിക്കാൻ വേണ്ടി 3n/4 ആ ചെയ്യേണ്ടത്. അപ്പൊ 3 × 70/4 എന്നും 210/4 എന്നും, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 62.5 എന്ന് കിട്ടും. സോറി 52.5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി അതും കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽസ് എല്ലാം കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ? ഇത് Q3 ആണ്. Q1 Q3 മൈനസ് Q1 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടുന്നു? അയ്യോ, ഇവിടെ 17.5 ആണോ ഇവിടെ കിട്ടുന്നത്? ഒരു സെക്കൻഡ് 17.5 ആണല്ലോ വരുന്നത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് 3 × എത്രയാ? 70/4 അല്ലേ? അപ്പൊ എത്രയാ വരുന്നത്? 52.5. അതേന്നും വരയ്ക്കണം. നോക്കി, 17.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അല്ലേ? അതേ തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എത്രയാണോ വരുന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പം അവിടെ വന്നിരിക്കുന്നത് 30 ആണ്. അതാണ് Q1 കേട്ടോ. ഇനി അതേപോലെ 52.5 എന്ന് പറയുമ്പോൾ ഏകദേശം തന്നെ ഇവിടെ വരും. അതേ ഇങ്ങനെ ഒരു ഇത് ഇങ്ങോട്ടേക്ക് വരച്ചു. അത് എന്താണ്? ഏകദേശം ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്താണ് വരുന്നത്. ഇത് 30 ആണ്, ഇത് 62.5 ആണ്. 62.5 അതാണ് Q1 Q2 വരുന്നത്. അപ്പം ഇവിടെ കേട്ടോ, ഇവിടെ ഈസിക്കൽ ടു ഇത് എന്താണ്? ഒരു ഇംപ്ലൈസ് ഇട്ടിട്ട് ഇവിടെ എന്താന്ന് ഇടുക? 30 ഇടുക. ഇവിടെ ഒരു ഇംപ്ലൈസ് ഇട്ടിട്ട് എത്ര ഇടുക? 62.5. അത് എങ്ങനെയാ കിട്ടുന്നത്? നിങ്ങൾ ലോവർ ക്വാർട്ടറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി, അതിന്റെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി n/4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് y ആക്സിസിൽ നിന്നും ഇങ്ങനെ വരച്ചിട്ട് അത് x ആക്സിസ് കൊണ്ട് പെർപെൻഡിക്കുലർ ഒട്ടിക്കുമ്പോൾ ഏത് വാല്യൂ ആണോ അതാണ് അതിന്റെ എന്ത്? Q1. മറ്റേത് Q3. മനസ്സിലായോ? ഇത് Q3 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? Q3 വാല്യൂ മൈനസ് Q1 ചെയ്താൽ മതി. Q3 എന്ന് പറയുമ്പോൾ 62.5, Q1 എന്ന് പറയുമ്പോൾ 30. അങ്ങനെയാണ് നിങ്ങളുടെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് 32.5 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ Q1 എന്താന്ന് കണ്ടുപിടിക്കണം, Q3 എന്താന്ന് കണ്ടുപിടിക്കണം, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കണം. ഇങ്ങനെ വരുന്ന ചോദ്യത്തിനകത്ത് മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതെല്ലാം ഇതേ സെയിം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നൊക്കെ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇത്രയും വേണം ഈ ചാപ്റ്റർ. ശരി, ഇതിനകത്തേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചെയ്യാം. എല്ലാ ചാപ്റ്ററും ഒന്ന് പഠിപ്പിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ എല്ലാം ഓരോ മോഡലും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു. സന ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ സനയ്ക്ക്? ഇല്ല സർ. നിരഞ്ജൻ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെന്നോ അതോ ഇല്ലെന്നോ? ഇല്ല സർ. ഈ വീഡിയോസ് ഒക്കെ വേണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ സർ.
പ്രോബിലിറ്റി ചാപ്റ്റർ ഇന്ന് പുറകില് ബ്ലാക്ക് ആയിട്ട് പ്രിന്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഇന്ത്യൻ ബ്ലാക്ക് ഇന്ത്യൻ പ്രിന്റിംഗ് മിസ്റ്റേക്ക്. അത് ഈ ആൻസർ കഴിഞ്ഞിട്ട് പ്രോബിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റിയുടെ ആൻസർ അതായത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആൻസർ. കാറിന്റെ മാത്രമേ ഉള്ളൂ അതിനകത്ത്, അല്ലല്ലോ കുറെ ഉണ്ടല്ലോ. കാറിന്റെ മാത്രമേ ഉള്ളൂ. ഇതും ഒരു ദിവസം കൊണ്ട് തീർക്കാം കേട്ടോ. ഇതും ഒരൊറ്റ ദിവസം കൊണ്ട്